MS ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയ ഒരു ഓംലെറ്റ് റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്ക് ടിഫിനായി കൊടുത്തുവിടാനും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റായും ഈവനിങ് സ്നാക്കായും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഓംലെറ്റാണിത്. ഇതിനു വേണ്ടി ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ കഷ്ണങ്ങളായി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അവൽ ചേർത്ത് ഇത് രണ്ടും കൂടെ നന്നായി പൊടിച്ചെടുക്കണം. ഇതിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് ഇടാം. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ റവ ചേർക്കാം. കുറേശ്ശെ വെള്ളമൊഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 4 ടേബിൾ സ്പൂണോളം വെള്ളമൊഴിച്ചാൽ മതിയാകും. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റിവെക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട്. ഇനി വേണ്ടത് 4 മുട്ടയാണ്. ഇത് നമുക്ക് ഓരോന്നായി ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഇനി ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാം. ഒരു പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ്ചർ കുറച്ച് ഇതിലേക്ക് ഒഴിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിന്റെ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് ഇതിന്റെ മറുവശം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അടുത്ത ഓംലെറ്റ് കൂടി തയ്യാറാക്കി എടുക്കാം.
ഇതുപോലെ മടക്കി വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ നമ്മുടെ രുചികരമായ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ഈസി റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.